അയ്യപ്പൻകോവിൽ ക്ഷേത്രം ഭരണസമിതിക്കെതിരെ വ്യാജ പരാതി. അയ്യപ്പൻകോവിൽ കൂനപ്പാറയിൽ മാത്യു ജോസഫിന്റെ പേരിലാണ് എസ്.പിക്ക് പരാതി അയച്ചത്. പരാതി ലഭിക്കേണ്ട എസ്.പിയുടെ അഡ്രസ് എഴുതേണ്ട സ്ഥലത്ത് അയക്കുന്ന ആളിന്റെ അഡ്രസ് എഴുതിയതിനാൽ പരാതി മാത്യു ജോസഫിന് തന്നെ ലഭിച്ചു. വർഗീയ കലാപമുണ്ടാക്കുവാൻ ചിലരുടെ ശ്രമമാണ് പൊളിഞ്ഞതെന്ന് മാത്യു ജോസഫ് തന്റെ പേരിൽ വ്യാജ പരാതി അയച്ചവർക്കെതിരെ നിയമ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി ഉപ്പുതറ പോലീസിൽ പരാതി നൽകി. അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിനെതിരെയും ഭരണസമിതിക്കെതിരെയും യാതൊരു പരാതിയും നൽകിയിട്ടില്ലെന്ന് അയ്യപ്പൻകോവിൽ കൂനമ്പാറയിൽ മാത്യു ജോസഫ് പറഞ്ഞു. ക്ഷേത്രത്തിനെതിരെയും ഭരണസമിതിക്കെതിരെയും നടന്നുവരുന്ന പരാതിയുടെ ഭാഗമായാണ് തന്റെ പേരിൽ ഒരു പരാതി ഉയർന്നെന്നും മാത്യു ജോസഫ്. ഇതര മതസ്ഥനായ തന്റെ പേരിൽ പരാതി അയച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കാനാണ് ഇവരുടെ ലക്ഷ്യമെന്നും വ്യാജ പരാതിയിലെ അഡ്രസ്സുകാരനായ കൂനമ്പാറയിൽ മാത്യു ജോസഫ് പറയുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രം ഭരണസമിതിക്കെതിരെ ഉള്ള ഒരു പരാതിയാണ്. അവിടെ നടത്തുന്ന അനധികൃതമായി പല പരിപാടികളും നടത്തുന്നു എന്നാണ് അതിൽ ആരോപിച്ചിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും വാസ്തവമുള്ളതോ എനിക്കിതുമായി യാതൊരു ബന്ധവുമുള്ളതല്ല. ഭരണസമിതിയായിട്ടും ഭരണസമിതി പ്രസിഡന്റുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ പേരിൽ പരാതി ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗൗരവം വളരെ വലുതായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇത് വളരെ ആസൂത്രിതമായിട്ട് കാലങ്ങളായിട്ട് തന്നെ എനിക്കെതിരെ നടത്തുന്ന ഒരു ദുഷ്പ്രചരണമാണ്. ക്ഷേത്രം ഭരണസമിതിക്കെതിരെയും ഭരണസമിതി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണ സംതൃപ്തനാണ് ഞാൻ. അവിടെ നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാവിധ പിന്തുണയും വാക്കാലും പ്രവർത്തിയാലും എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ പ്രദേശവാസികൾക്ക് വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് മറ്റു മതസ്ഥരും ശ്രമം നടത്തുമ്പോഴാണ് ചിലർ ഇതിനെയെല്ലാം തകർക്കാൻ ശ്രമം നടത്തുന്നത്. കേരളത്തിലെ തന്നെ എണ്ണമറ്റ 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻകോവിൽ ക്ഷേത്രം. അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ തല്ലി തകർക്കാൻ വേണ്ടി ചില കുബുദ്ധികൾ നടത്തിയ ശ്രമത്തിന്റെ ഫലമാണിത്. പക്ഷെ അതിന് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുടെ പേരിൽ ഇങ്ങനെ വ്യാജപരാതി അയക്കുകയും ഇത് ദൈവം സത്യം പഠിച്ചിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു വർഗീയ സ്പർദ്ധയും അതുപോലെ വർഗീയ സംഘർഷമൊക്കെ അത്ര നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇത്തരം നടപടി ഇനി ആവർത്തിക്കാൻ പറ്റില്ല. ഇത്ര ആൾക്കാരെ കണ്ടെത്തി. മാത്യു ജോസഫിന്റെ പേരിൽ വ്യാജ പരാതി അയച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മാത്യു ജോസഫ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് കോടതിയിലും നിയമ നടപടികൾ നടത്തുമെന്ന് മാത്യു ജോസഫ്, അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ എന്നിവർ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.